ഇന്ന് നമ്മൾ ആലുവയ്ക്ക് പോവാണ്. കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, ഷോപ്പിംഗ് ഉണ്ട്, അത് ഒരു ഡ്രസ്സ് മേടിക്കണം, പിന്നെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. സാലറി ഒക്കെ വന്നിട്ട് നമുക്ക് തുടക്കത്തിൽ നമ്മൾ റിച്ച് ആയിരിക്കും, പിന്നെ പയ്യെ പയ്യെ നമ്മൾ ദാരിദ്ര്യാവസ്ഥയിലേക്ക് എത്തി തെണ്ടി നിറക്കേണ്ടി വരും. അത് വേറെ കാര്യം. നമ്മൾ ആദ്യം പോണത് മാക്സിലോട്ടാണ്. ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരു ഫ്രണ്ട് ദുബായിലുണ്ടെന്ന്. അപ്പോൾ അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ജൂലൈയിൽ 28-ന്. അപ്പോൾ അവനൊരു ഗിഫ്റ്റ് പോലെ എനിക്ക് ഇപ്പോഴേ കൊടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് ജൂലൈ 28-ന് അവിടെ പോയി കൊണ്ടു കൊടുക്കാൻ പറ്റില്ലല്ലോ, നമ്മൾ കേരളത്തിലും അവൻ ദുബായിലുമാണല്ലോ. അപ്പോൾ അവൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ നാട്ടിക്കുന്നുണ്ട്, അവൻ്റെ കയ്യിൽ കൊടുത്തയക്കാമെന്ന് വിചാരിച്ചിട്ട് അവനൊരു ഷർട്ടൊക്കെ മേടിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത്ര നാളും സെയിലായതുകൊണ്ട് തന്നെ അത് കളക്ഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നല്ല സ്റ്റോക്കൊക്കെ വന്നിട്ടുണ്ട്, എനിക്കിഷ്ടമായി, ഞാൻ മേടിച്ചു ഒരെണ്ണം. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ കൊച്ചിൻ ഹൈപ്പർ മാർക്കറ്റിൽ, ഇവിടെ തൊട്ടുമുഖം ആ ഭാഗത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റാണ്, അപ്പം അങ്ങോട്ട് പോയി കുറച്ച് പച്ചക്കറികളും കുറച്ച് ഫ്രൂട്ട്സും അങ്ങനെ കുറച്ച് വീട്ടു സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് നമ്മൾ പോയായിരുന്നു. നമ്മളെപ്പോഴും പോണ സൂപ്പർ മാർക്കറ്റ് കേട്ടോ, നല്ല ഭയങ്കര വൃത്തിയും വെടുപ്പും, പിന്നെ നമുക്കെപ്പോഴും പോകാൻ തോന്നും. നമുക്ക് എപ്പോഴും അല്ല, പൈസ ഉള്ളപ്പോൾ മാത്രം നമുക്ക് പോകാൻ തോന്നും. അപ്പോൾ അങ്ങനെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞിട്ടില്ല, പക്ഷെ നമ്മളൊരു മെയിൻ കാര്യം നമ്മൾ മറന്നുപോയിരിക്കുന്നു. കാരണം നമ്മൾ പഞ്ചസാരയൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ച് പോയത്, പക്ഷെ പഞ്ചസാര ഒഴിച്ചിട്ട് ചായപ്പൊടി പാലൊക്കെ മേടിച്ചു, പഞ്ചസാര മേടിക്കാൻ മറന്നുപോയി. അപ്പം അത് സ്വാഭാവികമാണല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഈ തൊട്ടടുത്തുള്ള കടയിൽ ഞാൻ എൻ്റെ 2 കാലുകൾ കൊണ്ട് നടന്ന് പോയിട്ടാണ് പഞ്ചസാര മേടിച്ചത് വന്നത് കേട്ടോ. അപ്പോൾ അതൊന്നും ഞാനിതിൽ കൊടുക്കണില്ല, കാര്യം വെറുതെ തന്നെ നാണകടന്ന് വെച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ നേരെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ തൊട്ടടുത്തുള്ളൊരു സർവത്ത് കടയുണ്ട്, നല്ല സർവത്ത് കേട്ടോ. അപ്പോൾ അതും കുടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ.